ഹലോ, ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അകത്തുള്ള ഒരു ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. നമുക്കറിയാം, സാധാരണഗതിയിൽ ക്യാഷ് സെയിൽസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ക്യാഷ് സെയിൽസ് ആകുമ്പോൾ ലംസം എമൗണ്ട്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ക്യാഷ് കൊടുക്കുന്നു, പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അതിനെ ക്യാഷ് സെയിൽസ് എന്ന് പറയും. ഇവിടെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ ക്യാഷ് കൊടുക്കുന്നില്ല, ഒരു ഡൗൺ പേയ്മെൻറ്റ് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. ബാക്കി വരുന്ന എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൊടുക്കുകയാണ്, ഒരു 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് പ്രൈസ് ഒരു 80,000 ആണെന്ന് വിചാരിക്കുക. 80,000 ആണ് ടോട്ടൽ ക്യാഷ് പ്രൈസ്. നമ്മുടെ കയ്യിൽ 10,000 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 10,000 കൊടുക്കുന്നു. ബാക്കി വരുന്ന 70,000 ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൊടുക്കുന്നു. പെർ മന്ത് ഒരു 2,000 അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ 70,000 കൂടെ ഇൻട്രസ്റ്റും കൂടിയും അവരെന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 80,000 ക്യാഷ് പ്രൈസുള്ള നമ്മളൊരു ബൈക്ക് വാങ്ങിക്കുകയാണ്, 80,000 ഒരു ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ 10,000 ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഫസ്റ്റിൽ കൊടുക്കുന്ന ക്യാഷ് ഡൗൺ പേയ്മെൻറ്റായിട്ട് ഒരു 10,000 കൊടുക്കുന്നു. ബാക്കി വരുന്ന എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് പേ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് പേ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 80,000 ബൈക്കിന് നമ്മൾ ഏകദേശം ഡൗൺ പേയ്മെൻറ്റ് ഇൻട്രസ്റ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പം 1,20,000 എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ 70,000 പ്ലസ് ഇൻട്രസ്റ്റും കൂടി അവർ ചാർജ് ചെയ്തു. സാധാരണഗതിയിൽ നിങ്ങളൊക്കെ അധികം പേരും ബൈക്കൊക്കെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. ഒരു 80,000 ബൈക്ക് നിങ്ങളൊരു 3 വർഷത്തെ അടവ് അല്ലേ, 3 വർഷം നിങ്ങൾ മന്ത്ലി പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം 1,40,000, ഒരു 60,000 എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. നമുക്കെന്താ മെച്ചമെന്ന് പറഞ്ഞാൽ ഒരു 10,000 ബൈക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ബാക്കി വരുന്ന എമൗണ്ട് ചെറിയ എമൗണ്ടായിട്ട് അടച്ചാൽ നമുക്കൊരു ചെറിയ എമൗണ്ടായിട്ട് അടക്കുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളതാണ് വാങ്ങുന്നവർക്കുള്ള ബെനിഫിറ്റ്. അല്ലെ, വിൽക്കുന്നവർക്ക് അതിൻ്റെ കൂടെ എന്തും കൂടിയും കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. നോക്കാം, എന്താണ് ഹയർ പർച്ചേസ് സിസ്റ്റം. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്, ഇവിടെ ക്രെഡിറ്റ് സെയിലാണ് നടക്കുന്നുണ്ട്. ഫോർ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ബയർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്, വാങ്ങിക്കുന്ന ആളെങ്ങനെയാണ് കൊടുക്കുന്നത്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് കോൾഡ് ഹയർ പർച്ചേസ് സിസ്റ്റം. ബാക്കി വരുന്ന എമൗണ്ട് ചെറിയ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. വാങ്ങിക്കുന്ന ആളാണ് ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കുന്നത്. നോക്കാം, ഹയർ പർച്ചേസ് സിസ്റ്റം റെഫേഴ്സ് ടു ദ സിസ്റ്റം wherein the seller of goods deliver the goods to the buyer without transferring the ownership of goods. ഇവിടെയാണ് പ്രധാനപ്പെട്ട പോയിൻ്റ്, വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പൊസഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു ബൈക്കോ കാറോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, അതിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സെല്ലർ എന്ത് ചെയ്യുന്നില്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദ പേയ്മെൻറ്റ് ഫോർ ദ ഗുഡ്സ് വിൽ ബി മെയ്ഡ് ബൈ ദ ബയർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. വാങ്ങിക്കുന്ന ആൾ അതിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടക്കുന്നത്. ഇഫ് ദ ബയർ pays all the installment, the ownership of goods will be transferred on the payment of last installment. ഇപ്പോൾ വാങ്ങിക്കുന്ന ആൾ അവരുടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പ്രൊഡക്റ്റിൻ്റെ എന്ത് ചെയ്യുന്നു, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇപ്പോൾ കാറാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ കാറിന് അടക്കാനുള്ള എല്ലാ എമൗണ്ടും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ RCയിൽ നമ്മുടെ പേര് നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടക്കണം.
ഇഫ് ദ ബയർ ഡസ് നോട്ട് പേ ഫോർ എനി ഇൻസ്റ്റാൾമെൻറ്റ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റിയില്ല, 1-2 ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദ ഗുഡ്സ് വിൽ ബി റീപ്രൊസസ്ഡ് ടേക്കൺ ബാക്ക് ബൈ ദ സെല്ലർ. അപ്പോൾ സെയിൽ നടത്തിയ ആൾ, നമ്മളൊരു ബൈക്കാണ് വാങ്ങിക്കുന്നത്, 2 ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റിയില്ല, 3 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ആ ഗുഡ്സ് എന്ത് ചെയ്യും, അവർ റീപ്രൊസസ് ചെയ്യും, തിരിച്ചു കൊണ്ടുപോകും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റിയില്ല, അപ്പോൾ എന്ത് ചെയ്യും, സെല്ലർ ഈ ഗുഡ്സ് റീപ്രൊസസ് ചെയ്യും, അവർ തിരിച്ചു കൊണ്ടുപോകും. അപ്പം നോക്കാം ഹയർ പർച്ചേസ് സിസ്റ്റം ഒന്നും കൂടി നോക്കാം. ഹയർ പർച്ചേസ് സിസ്റ്റം റെഫേഴ്സ് ടു ദ സിസ്റ്റം wherein the seller deliver the goods to the buyer. ഇവിടെ സെല്ലർ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നു ടു ദ ബയർ വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ പേയ്മെൻറ്റ് ഫോർ ദ ഗുഡ്സ് വിൽ ബി മെയ്ഡ് ബൈ ദ ബയർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. വാങ്ങുന്ന ആൾ ബാക്കി വരുന്ന എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടക്കുന്നു. ഇഫ് ദ ബയർ പേ ഓൾ ദ ഇൻസ്റ്റാൾമെൻറ്റ് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് വിൽ ബി ട്രാൻസ്ഫേർഡ്. എല്ലാ എമൗണ്ടും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വരെ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇഫ് ദ ബയർ ഡസ് നോട്ട് പേ ഫോർ എനി ഇൻസ്റ്റാൾമെൻറ്റ്. ബയർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആക്കി കഴിഞ്ഞാൽ ദ ഗുഡ്സ് വിൽ ബി റീപ്രൊസസ്ഡ്. ഗുഡ്സ് എന്ത് ചെയ്യും, റീപ്രൊസസ് ചെയ്യും, ടേക്കൺ ബാക്ക്, അവർ എന്ത് ചെയ്യും, അത് എടുത്തുകൊണ്ട് പോകും ബൈ ദ സെല്ലർ. ആൻഡ് ദ മണി പെയ്ഡ് ഓൺ എ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഹയർ ചാർജ് ഫോർ യൂസിങ് ദ ഗുഡ്സ്. അതാണ് നമ്മൾ അതുവരെ അടച്ച എമൗണ്ട് ഉണ്ടാവും. 10 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു, 20 ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാനുണ്ട്, 10 ഇൻസ്റ്റാൾമെൻറ്റേ അടച്ചിട്ടുള്ളൂ, പിന്നെ ഡ്യൂ ആയി അടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സെല്ലർ എന്ത് ചെയ്യും, ആ ഗുഡ്സ് റീപ്രൊസസ് ചെയ്യും, അവിടെ എടുത്തുകൊണ്ടുപോകും. അതുവരെ അടച്ച എമൗണ്ട് എന്തായിട്ട് കണക്കാക്കും, ഹയർ ചാർജായിട്ട് കണക്കാക്കും. അതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അത് ഹയർ ചാർജായിട്ട് കണക്കാക്കിയിട്ട് അവർ പൈസ തരില്ല, ആ എമൗണ്ട് അവർ എടുക്കും. അതുവരെ നമ്മൾ അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കാറാണെങ്കിൽ കാർ യൂസ് ചെയ്തിട്ടുണ്ടാവും, ബൈക്കാണെങ്കിൽ ബൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുവരെയുള്ള എമൗണ്ട് അവർ ഹയർ ചാർജായിട്ട് കണക്കാക്കും. ദ സിസ്റ്റം ഈസ് കോൾഡ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഹയർ പർച്ചേസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് കോൾഡ് ഹയർ വെൻഡർ ആൻഡ് ഹയർ പർച്ചേസർ. ഇവിടെ 2 പാർട്ടീസാണ് ഉള്ളത്. ഹയർ വെൻഡർ വിൽക്കുന്ന ആളും ഹയർ പർച്ചേസർ വാങ്ങിക്കുന്ന ആളും. ഇപ്പോൾ സാധാരണ ഒരു സെയിൽസ് ആണെങ്കിൽ അവിടെ എന്താ, സെല്ലറും ഉണ്ടാവും ബയറും ഉണ്ടാവും. ഇവിടെ ഹയർ വെൻഡറും ഹയർ പർച്ചേസറും 2 പാർട്ടീസാണുള്ളത്. ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആൾ, ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന ആൾ. ദ പേയ്മെൻറ്റ് ഫോർ ദ ഗുഡ്സ് വിൽ ബി മെയ്ഡ് ബൈ ഹയർ പർച്ചേസർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഹയർ പർച്ചേസർ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഇഫ് ദ ബയർ pays all the installment, the ownership of goods will be transferred on the payment of last installment. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇഫ് ദ ബയർ സ്റ്റോപ്പ് പേയിങ് ദ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദ ഗുഡ്സ് വിൽ ബി റീപ്രൊസസ്ഡ്. ഗുഡ്സ് എന്ത് ചെയ്യും, റീപ്രൊസസ് ചെയ്യും, ടേക്കൺ ബാക്ക്, തിരിച്ചെടുക്കും. ഇൻ ദ കേസ് ട്രാൻസാക്ഷൻ റിസൾട്ടിങ് ഇൻ പർച്ചേസ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ്, ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടാവും. ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അകത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ, എത്രയാണോ മുതലുള്ളത് അതും ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും. ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, എത്രയാണോ ഇൻട്രസ്റ്റ് അതും കൂടിയും അടക്കേണ്ടി വരും. ഇതിൽ വേറൊരു കാര്യം നോക്കാം, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ഹയർ പർച്ചേസ്. സാധാരണഗതിയിലുള്ള സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് ഈ എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ഹയർ പർച്ചേസ് ഒക്കെ അറിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്. ഇൻ കേസ് ഓഫ് സെയിൽസ് ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി. എപ്പോഴാണോ ക്യാഷ് സെയിൽസ്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഏത് കേസിലാണെങ്കിൽ, സെയിൽസിൻ്റെ കേസിലാണെങ്കിൽ.
സെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ ഹയർ പർച്ചേസിൻ്റെ കേസിൽ എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രം. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇവിടെ ക്യാഷ് സെയിൽസിൻ്റെ കേസിൽ ലംസം എമൗണ്ട് ആയിട്ടാണ് പൈസ കൊടുക്കുക. പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്, ഹയർ പർച്ചേസിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ക്യാഷ് കൊടുക്കുന്നത്. ദ ബയർ പേ ഓൺലി ഫോർ പ്രൈസ് ഓഫ് ഗുഡ്സ്. എത്രയാണോ പ്രൈസ്, ആ പ്രൈസ് മാത്രമേ ക്യാഷ് സെയിൽസിൽ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1 lakhൻ്റെ ഒരു 80,000 ബൈക്കാണ്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് 80,000 ആണെങ്കിൽ ആ 80,000 മാത്രമേ എന്തിൽ കൊടുക്കുന്നുള്ളൂ? ക്യാഷ് സെയിൽസിൽ കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഹയർ പർച്ചേസിൻ്റെ അകത്ത് എന്തും കൂടി ഉണ്ടാവും? ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. എത്രയാണോ ബൈക്കിൻ്റെ പ്രൈസ് അതിൻ്റെ കൂടെ ഒന്നും കൂടി കൊടുക്കണം, ഇൻട്രസ്റ്റും കൂടിയും കൊടുക്കണം. ഇപ്പോൾ 80,000 ആണെങ്കിൽ 80,000 അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് പ്ലസ് ഒരു 60,000 എന്തുണ്ടാവും? ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പോൾ എത്ര അടക്കേണ്ടി വരും? 1,40,000 അടക്കേണ്ടി വരും. ഇവിടെ സെല്ലർ കനോട്ട് ടേക്ക് ബാക്ക് ദ ഗുഡ്സ്. ഇവിടെ എന്തില്ല? ഗുഡ്സുകൾ വിറ്റ ആൾ എന്ത് ചെയ്യില്ല? ടേക്ക് ബാക്ക്, തിരിച്ചെടുക്കില്ല. പക്ഷേ നോൺ പേയ്മെൻറ്റ് ഓഫ് എനി ഇൻസ്റ്റാൾമെൻറ്റ്, ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സെല്ലർ എന്ത് ചെയ്യും? ഗുഡ്സ് എടുത്തുകൊണ്ടുപോകും, ടേക്കൺ ബാക്ക്, റീപ്രോസസ് ചെയ്യും. ഇവിടെ സെല്ലറും ബയറും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് പ്രത്യേകിച്ചിട്ടൊന്നും ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ സെല്ലറും ബയറും തമ്മിൽ എന്തുണ്ടാവും? ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്നതോടുകൂടി സെല്ലറും ബയറും തൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യും, അവസാനിപ്പിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ടേംസ് അണ്ടർ ദ ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസറാണ് ഒന്നാമത്തത്. ഹയർ പർച്ചേസർ എന്ന് പറയുന്നത് ആരാണോ പർച്ചേസ് ചെയ്യുന്നത്, ഈ സിസ്റ്റത്തിൽ പ്രകാരം ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം പർച്ചേസ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയും? ഹയർ പർച്ചേസർ എന്ന് പറയും. Hire purchaser is defined as a person who purchased the goods under hire purchase with the intention to use it and make the installment in different installment ആയിട്ട് അടക്കുന്ന ആളെ, പർച്ചേസ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയും? ഹയർ പർച്ചേസർ എന്ന് പറയും. ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പ്രകാരം ഈ പ്രൊഡക്റ്റ് സെയിൽ നടത്തുന്ന ആൾ. എ പേഴ്സൺ ഹൂ സെൽസ് ദ ഗുഡ്സ് ടു ബയർ അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം ഈസ് നോൺ ആസ് ഹയർ വെൻഡർ. ക്യാഷ് പ്രൈസ് എന്ന് പറയും, ഇറ്റ് ഈസ് എ പ്രൈസ് ഓഫ് എൻ അസറ്റ്. ആ ഗുഡ്സിൻ്റെ, ആ പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് പ്രൈസിനെയാണ് ആ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാഷ് പ്രൈസ് എന്ന് പറയുക, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. അതിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ പ്രൈസ് ഓഫ് എൻ അസറ്റ് വിച്ച് എക്സ്ക്ലൂഡ് ദ ഹയർ ചാർജസ്, അതായത് ഇൻട്രസ്റ്റ് ഒഴികെയുള്ള എമൗണ്ട്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ റിയൽ പ്രൈസ് ഓഫ് എൻ അസറ്റ്. അതിന് ആക്ച്വൽ എത്രയാണ് പ്രൈസ്, അതാണ് അതിൻ്റെ ക്യാഷ് പ്രൈസ്. വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഔട്ട് അണ്ടർ സെയിൽ എഗ്രിമെൻറ്റ്. സാധാരണഗതിയിൽ ഒരു സെയിൽ എഗ്രിമെൻറ്റിൽ ക്യാഷ് സെയിൽസിൽ എത്രയാണോ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതിനെയാണ് ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ഹയർ പർച്ചേസ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പ്രൈസ് CP പ്ലസ് ഇൻട്രസ്റ്റ്, അതിനെയാണ് എന്ത് പറയുക? ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൈസ് അറ്റ് വിച്ച് ഗുഡ്സ് ആർ സോൾഡ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെൻറ്റുമാണ്. ഇറ്റ് റെഫേഴ്സ് ടു പാർട്ട് ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ് പെയ്ഡ് ബൈ ഹയർ പർച്ചേസർ ഇൻ പീരിയോഡിക് ഇൻ്റർവെൽ. ഓരോ മാസവും നമ്മൾ അടക്കുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അടക്കുന്ന എമൗണ്ട്, അതിനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് മണി എന്ന് പറയുന്നത്. അടുത്ത നെറ്റ് ക്യാഷ് പ്രൈസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് ഡെപ്പോസിറ്റ്. അതായത് ക്യാഷ് പ്രൈസിൻ്റെ അന്ന് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം അടക്കുന്ന എമൗണ്ട് മൈനസ് ചെയ്താൽ നെറ്റ് ക്യാഷ് പ്രൈസ് കിട്ടും. ക്യാഷ് പ്രൈസ് മൈനസ് ഡൗൺ പേയ്മെൻറ്റ്
നമ്മളൊരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ ആദ്യം നമ്മളൊരു എമൗണ്ട് അടക്കും, അതിനെയാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ എമൗണ്ട് ക്യാഷ് പ്രൈസ് എന്ന് മൈനസ് ചെയ്താൽ നെറ്റ് ക്യാഷ് പ്രൈസ്. ഇറ്റ് ഈസ് ദ ബാലൻസ് എമൗണ്ട് ഓഫ് ക്യാഷ് പ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഡൗൺ പേയ്മെൻറ്റ് ഫ്രം ടോട്ടൽ ക്യാഷ് പ്രൈസ് ഓഫ് എ അസറ്റ്. ഇത്രയാണ് ഒരു ഹയർ പർച്ചേസിൽ നിങ്ങൾ പഠിക്കാനുള്ള കുറച്ച് തിയറീസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.